പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്. ചെയിൻ റൂൾ ഉപയോഗിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ രണ്ട് ഫംഗ്ഷൻസ് വരികയാണ് എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത്. പക്ഷെ ഇന്ന് നമ്മൾ രണ്ടിൽ കൂടുതൽ ഫംഗ്ഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രോബ്ലംസ് എല്ലാം ഒരുമിച്ച് കയറി പെട്ടെന്ന് വരും. അവിടെ ഒന്നും നമ്മൾ പതറാൻ പാടില്ല. സമചിത്തതയോടുകൂടി അതിനെല്ലാം ഫേസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചിന്താഗതി വേണം ഉണ്ടാകാനായിട്ട്. അപ്പോൾ നമുക്ക് അതിനെ ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ പഠിച്ച 2-3 റിസൾട്ട്സുകൾ ഈ പ്രോബ്ലത്തിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ സീക്കെക്സിന്റെ ഡെറിവേറ്റീവ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സീക്കെക്സിന്റെ ഡെറിവേറ്റീവ് സീക്കെക്സ് ഇൻറ്റു ടാൻ എക്സ്, അത് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ നമ്മൾ പഠിച്ചത്? 1/2 റൂട്ട് എക്സ് എന്നാണ് പഠിച്ചത്. അപ്പൊ ആ രണ്ട് കേസും കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഡിഫറൻഷിയേറ്റ് സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ശ്രദ്ധിക്കണേ, സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് വേണ്ടി വരുമെന്ന്. സീക്ക് എക്സ് ഇത് നമ്മൾ മൊത്തത്തിൽ നമ്മൾ യു എന്ന് കരുതുകയാണെങ്കിൽ സീക്ക് ഓഫ് യു എന്ന രീതി വരും. സീക്ക് ഓഫ് സീക്ക് യു ഇൻറ്റു ടാൻ യു. സീക്ക് എക്സിന്റെ ഒരു സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് പറഞ്ഞതുപോലെ അത് യു ആയിട്ട് കരുതണമെങ്കിൽ സീക്ക് യു ഇൻറ്റു ടാൻ യു എന്ന് എഴുതാം. അതുപോലെ തന്നെ ടാൻ ഓഫ് റൂട്ട് എക്സ് എന്താ റൂട്ട് വീണ്ടും ഫംഗ്ഷൻ ആയിട്ട് വരും. അപ്പൊ അവിടെ നമുക്ക് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സി സ്ക്വയർ എക്സ്. ദെൻ ടാൻ ഓഫ് റൂട്ട് എക്സ് ആണെങ്കിൽ വരും സി സ്ക്വയർ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് റൂട്ട് എക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു റൂട്ട് എക്സ് ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരും. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ലെറ്റ് യു ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു sec of tan of root x. നമുക്ക് ഇവിടെ ഡെറിവേറ്റീവ് ആണ്, ഡെറിവേറ്റീവ് y with respect to x. Then dy by dx എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ dy by dx എന്ന് പറയുന്നത് sec of ഈ കിടക്കുന്ന ഈ ഫംഗ്ഷൻ മുഴുവൻ നമുക്ക് u ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ sec ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? sec ഇൻറ്റു ടാൻ യു. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? സീക്ക് ഓഫ് ഇത് യു ആയിട്ട് നമ്മൾ മനസ്സിൽ കരുത് അല്ലെ. അപ്പൊ സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് റൂട്ട് എക്സ്. ശ്രദ്ധിക്കണേ, എന്തുകൊണ്ട് എഴുതുന്നുണ്ട്? സീക്ക് യു ഇൻറ്റു ടാൻ യു എന്ന് പറയുമ്പോൾ ടാൻ ഓഫ് റൂട്ട് എക്സ് നമ്മൾ എടുത്തത്. കാരണം സീക്ക് എക്സ് ആണെങ്കിൽ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ടാൻ ഓഫ് റൂട്ട് എക്സ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ടാൻ. അവിടെ വെച്ച് തീർന്നില്ല. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ്? യു ആയിട്ട് ഇൻറ്റു ഡെറിവേറ്റീവ് യു എന്താണ്? ടാൻ ഓഫ് റൂട്ട് എക്സ്. ക്ലിയർ ആണോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. സി ക്യു, അപ്പൊ സി ക്യു ഇൻറ്റു ടാൻ യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ടാൻ ഓഫ് റൂട്ട് എക്സ്. ഞാൻ അതിന്റെ വീണ്ടും നമുക്ക് അടുത്ത ഘട്ടത്തിൽ ടാൻ ഓഫ് റൂട്ട് എക്സ് നമുക്ക് ചെയ്യേണ്ടി വരും. ടാൻ ഓഫ് റൂട്ട് എക്സ് വീണ്ടും അവിടെ ഫംഗ്ഷൻ അപ്ലൈ അത് നമുക്ക് അടുത്ത സ്റ്റേജിൽ ചെയ്യാം. അപ്പൊ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ റൂട്ട് എക്സ്. ടാൻ റൂട്ട് എക്സിന്റെ ശ്രദ്ധിക്കേണ്ട എന്താണ്? ടാൻ യു എന്താ? ടാൻ വെറും എക്സ് അല്ല, ടാൻ എക്സ് ആണെങ്കിൽ നമുക്ക് സി സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞത് എഴുതി നിർത്താൻ. ഇവിടെ ടാൻ ഓഫ് റൂട്ട് എക്സ് ആണ്. ടാൻ ഓഫ് വേറെ ഫംഗ്ഷൻ റൂട്ട് എക്സ്. അപ്പൊ ടാൻ ഓഫ് യുന്റെ ടാൻ ബി, ഇവിടെ നമ്മൾ യു എന്നുള്ളത് ബി ടാൻ ബിയുടെ കാര്യം സി സ്ക്വയർ ഓഫ് ബി. അപ്പൊ നമുക്ക് സി സ്ക്വയർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് തീർന്ന ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ബി എന്താണ്? റൂട്ട് എക്സ് എഴുതണം. റൂട്ട് എക്സിൽ 1/2 റൂട്ട് എക്സ്. അപ്പൊ നമുക്ക് ഇൻറ്റു 1/2 റൂട്ട് എക്സ്. ശ്രദ്ധിച്ചു നോക്കിയ സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ ആദ്യം സി ക്യൂ എടുത്തു. സി ക്യൂ ഇൻറ്റു ടാൻ യു ഇൻറ്റു ഡെറിവേറ്റീവ് യു എന്ന് പറഞ്ഞാൽ ഇവിടെ ടാൻ ഓഫ് റൂട്ട് എക്സ് ടാൻ ഓഫ് റൂട്ട് എക്സ്.
ക്ലിയർ ആയില്ല? അടുത്ത സ്റ്റേജിൽ നമ്മൾ അതുപോലെ തന്നെ എടുത്ത് നമ്മൾ എഴുതുന്നു ഡെറിവേറ്റീവ് ഓഫ് ടാൻ റൂട്ട് എക്സ്. ഇപ്പൊ ടാൻ എക്സ് ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ് ആണെന്നറിയാം. അപ്പൊ സി സ്ക്വയർ ഓഫ് യു ഇവിടെ നമ്മള് റൂട്ട് എക്സ് ആണ്, സി സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. റൂട്ട് എക്സ് ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ക്ലിയർ? അപ്പൊ നമുക്ക് കഴിഞ്ഞു. ഡിഫറൻസിന്റെ പ്രോസസ് കഴിഞ്ഞു. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് 1/2 റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു tan root x into c square of root x into c square of root x. ശ്രദ്ധിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നന്നായിട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കടക്കാം. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് കടക്കാം. നമ്മൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത സെക്ഷനിൽ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്താണെന്നതിനെ കുറിച്ച്. എന്ത് ഫംഗ്ഷൻ? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അപ്പൊ എന്താണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, അത് എങ്ങനെയാണെന്നുള്ള ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ നിങ്ങളോട് പറയാം. എങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ശ്രദ്ധിക്കല്ലോ കേട്ടോ. Then derivatives of implicit functions നമ്മൾ അതിനെ കുറിച്ച് പറയാം. Derivatives of implicit functions. ഞാൻ ഡെഫിനിഷന് ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയാം. എങ്കിലാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. Consider the function x plus y equal to sin y. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം y equal to എന്നുള്ള ഫംഗ്ഷൻ എന്നിട്ട് അവരോട് നമ്മളോട് പറഞ്ഞു ഫൈൻഡ് dy by dx. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സെപ്പറേറ്റ് ചെയ്തതെന്നല്ല. എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു സൈൻ വൈ. ഇവിടെ നമുക്ക് വൈന് നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഇവിടെ മാത്രമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടെ നമുക്ക് സൈൻ വൈ, അപ്പൊ വൈ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവസ്ഥയിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിവൈഡീസ് കാണുക എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി എക്സാമ്പിളിന് എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു സൈൻ വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, y cannot be expressed as an explicit function of x as y is equal to f of x. അല്ല, y is equal to f of x പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. Then it is an implicit function of x. അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയുന്നു? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് തന്നാൽ അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയുന്നു? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് എങ്ങനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ എക്സാമിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും കരുതണ്ട. അങ്ങനെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇക്വേഷൻ പോലെ തന്നെ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെന്നറിയാമോ? ഡി വൈ ഡി എക്സ് ടേംസ് എല്ലാം ഒരു വശത്തോട്ട് കൊണ്ടുപോകും. ഡി വൈ ഡി എക്സ് ഉൾപ്പെടുന്ന ടേംസ് ഒക്കെ ഒരു വശത്തോട്ടും അത് ഉൾപ്പെടാത്ത ടേംസിലെല്ലാം മറുവശത്തോട്ടും കൊണ്ടുപോകും. എന്റെ ഡി വൈ ഡി എക്സ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക. ദെൻ അതിൽ നിന്ന് ഡി വൈ ഡി എക്സ് സോൾവ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും വൈയുടെ ഫംഗ്ഷൻ നമ്മൾ കാണുന്നു അവിടെയെല്ലാം അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ ഇൻറ്റു ഡി വൈ ഡി എക്സും കൂടി നമ്മൾ ചേർക്കും. നമുക്ക് ജസ്റ്റ് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ഡി എക്സ് എഴുതുന്ന പോലെ. ഇപ്പൊ വൈ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വൈ സ്ക്വയർ ദെൻ എക്സ് ജസ്റ്റ് എൻ ഫോം ആണ്. വൈ സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 2y ഇൻറ്റു നമ്മൾ എക്സ് സ്ക്വയർ എന്നത് 2x മാത്രം എഴുതിയാൽ മതി. വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻറ്റ് വൈ സ്ക്വയർ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ എഴുതണം. മറന്നു പോരുത്. ഡി വൈ ഡി എക്സ് ഉണ്ട്, മൾട്ടിപ്ലൈ ആണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഡി വൈ ഡി എക്സ് ടേംസ് എല്ലാം നമ്മൾ ഒരു വശത്തോട്ട് കൊണ്ടുവരിക. ദെൻ ഡി വൈ ഡി എക്സ് സോൾവ് ചെയ്തെടുക്കുക. നമുക്ക് നോക്കാം. ഈ ഒരു പ്രോബ്ലം സെയിം എക്സാമ്പിൾ തന്നെ ഞാൻ ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഇഫ് എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു സൈൻ വൈ, സെയിം അതേ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി. ഫൈൻഡ് ഡി വൈ ഡി എക്സ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതാം. ഗിവൺ എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു സൈൻ വൈ. ഏത് പ്രോബ്ലം നമ്മൾ അങ്ങനെ എടുത്ത് എഴുതുന്നതാണ്. അതിനുശേഷം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ പറഞ്ഞു രണ്ട് സൈഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ദെൻ വി ഗെറ്റ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് നമ്മൾ പഠിച്ചത്? എക്സിന്റെ ഡെറിവേറ്റീവ് 1. വൈയുടെ ഡെറിവേറ്റീവ് ഞാൻ പറഞ്ഞു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, നമുക്കറിയാം വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി വൈ. So that is equal to
സൈൻ വൈ, ഇവിടെ ശ്രദ്ധിക്കണം സൈൻ വൈ. വെറും സൈൻ എക്സ് ആണ് നമുക്ക് കോസ് എക്സ് എഴുതി നിർത്താം. പക്ഷെ സൈൻ വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് വൈ ആണെങ്കിൽ നമുക്ക് കോസ് വൈ എടുക്കുന്നത്. പക്ഷെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കാം. അങ്ങനെ വരുമ്പോ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അത് എഴുതാൻ മറന്നു പോകരുത്. ശ്രദ്ധിക്കണം. പലപ്പോഴും തെറ്റ് വരുത്തുന്ന കുട്ടികൾ അവിടെയാണ്. അപ്പൊ കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കാം. ഒന്നുകൂടി പറയണോ? ഒന്ന് ശ്രദ്ധിക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ വൈ ആണെങ്കിൽ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദെൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 വിത്ത് റെസ്പെക്ട് എക്സ് ആയിരുന്നു. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ഡി വൈ ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി വൈ ഡി എക്സ്. എവിടെയെല്ലാം വൈയുടെ ഫംഗ്ഷൻസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുവോ അവിടെയെല്ലാം നമ്മൾ ഓർത്തിരിക്കുക ഇൻറ്റു ഡി വൈ ഡി എക്സ്. ഇനി വളരെ ഈസി ആയിട്ട് ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. റീഅറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഡി വൈ ഡി എക്സ് ഉള്ള ടേംസ് എല്ലാം ഒരു വശത്തോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ നിന്ന് ഡി വൈ ഡി എക്സ് കോമൺ ആയിട്ട് എടുക്കുക. എന്ന് ചെയ്തിട്ട് നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ ഞാൻ ആ 1 അവിടെ എഴുതി. ഡി വൈ ഡി എക്സ് ടേം ഞാൻ റൈറ്റ് സൈഡിലോട്ട് എടുത്തു. അപ്പോൾ ഓൾറെഡി ഡി വൈ ഡി എക്സ് റൈറ്റ് സൈഡിൽ ഉണ്ട് ടേം കോസ് വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ്. അപ്പോൾ കോസ് വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ് മൈനസ് ഡി വൈ ഡി എക്സ്. ഈ ഡി വൈ ഡി എക്സ് റൈറ്റ് സൈഡിലോട്ട് വന്നു. പ്ലസ് ആയതുള്ളത് റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിയുമ്പോൾ അത് മൈനസ് ആയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ഡി വൈ ഡി എക്സ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കണം. അപ്പൊ എന്ത് വരും? കോസ് വൈ മൈനസ് 1. കാരണം ഡി വൈ ഡി എക്സ് ഇവിടെ കോമൺ ആയിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് അർത്ഥം. അപ്പൊ ഈ ടേമിന് ഡി വൈ ഡി എക്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ട്? കോസ് വൈ ഉണ്ട്. ഇവിടെ ഡിവൈഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. മൈനസ് ഉണ്ട് -1. അപ്പൊ ഡി വൈ ഡി എക്സ് ഇൻറ്റു കോസ് വൈ -1. നമുക്ക് എന്ത് കിട്ടി? 1 ഈക്വൽ ടു ഡി വൈ ഡി എക്സ് ഇൻറ്റു കോസ് വൈ -1. then ഡി വൈ ഡി എക്സ് എന്തായിരിക്കും? ഈ കോസ് വൈ -1 നമുക്ക് ഇത് പ്രൊഡക്റ്റ് ഫോം ആണല്ലേ, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഡിവിഷൻ ഫോമിലോട്ട്. അപ്പൊ ഡി വൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ കോസ് വൈ -1. കേട്ടോ, ആ കോസ് വൈ -1 നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ 1 ഡിവൈഡ് ബൈ കോസ് വൈ -1 ഈക്വൽ ടു ഡി വൈ ഡി എക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡി വൈ ഡി എക്സ് നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ എഴുതിയെന്നുള്ളൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡി വൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ കോസ് വൈ -1. എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. സംശയം എന്തെങ്കിലും ചോദിക്കുക. നമുക്ക് സെയിം നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന് കുറെ കൂടി പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, എഴുതിയെടുക്കല്ലേ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കടക്കാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് x cube plus y cube equal to sin of x plus y. ശ്രദ്ധിച്ചു നോക്കി. x cube plus y cube equal to sin of x plus y. ഇവിടെ നമുക്ക് y സെപ്പറേറ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഡി വൈ ഡി എക്സ് കാണാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിച്ചതായിട്ട്. ഇവിടെ നമ്മൾ ഈ പ്രോബ്ലത്തിന് പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂളും കൂടി ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഐഡിയയും കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നല്ലൊരു പ്രോബ്ലം. കാരണം കൂടുതൽ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുക. അവിടെയൊക്കെ വരുമ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ അതിനു വേണ്ടിയാണ്. അതെല്ലാം നമ്മൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ചിലപ്പോൾ ചിലവർ പറയും പല പ്രോബ്ലംസ് വരുന്നുണ്ട്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാരണം ഏത് പ്രോബ്ലവും എന്തും നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും. ഒറ്റ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നല്ല സമചിത്തതയോട് കൂടി അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്ക് അനലൈസ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എല്ലാത്തിനും നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് പറ്റിയൊരു പ്രോബ്ലം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? x cube plus y cube equal to sin of x plus y. അത് നമുക്ക് തന്നിരിക്കുന്ന എടുത്തിടുക. ഗിവൺ x cube plus y cube equal to sin of x plus y. എന്നിട്ട് നമ്മൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുവരെ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഒരു ഇക്വേഷൻ ആയിട്ട് നൽകുക അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ഗെറ്റ്. രണ്ട് സൈഡിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. കണ്ടോ? ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എല്ലാ ടേംസും
അതുപോലെ റൈറ്റ് സൈഡിൽ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. Then ലെഫ്റ്റ് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റൻ ഫ്രോം എക്സിസ്റ്റൻ നമ്മളോട് n into x raised to n minus 1. അപ്പൊ നമുക്ക് എക്സ് ക്യൂബ് ആണെങ്കിൽ 3 into x raised to 3 minus 1 that is 2 അതായത് 3x square പ്ലസ് y ക്യൂബ് ശ്രദ്ധിക്കണേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞു വൈയുടെ ഫംഗ്ഷൻ എവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമോ അവിടെ ഇൻറ്റു ഡി ഡി എക്സ് കൂടി ചേർക്കാൻ മറന്നു പോകും. അപ്പൊ നമുക്ക് y ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3y square into ഡെറിവേറ്റീവ് ഇൻറ്റു ഡി വൈ ഡി എക്സ് മറന്നു പോകത്തില്ല. അപ്പൊ y ക്യൂബ് 3y square into ഡി വൈ ഡി എക്സ് ഈക്വൽ ടു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു സംശയം വരും ഇവിടെ വിത്ത് റെസ്പെക്ട് എക്സ് ആ ചെയ്യുന്നത് ഇത് വൈന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഇൻറ്റു ഡി വൈ ഡി എക്സ് എഴുതിയിരിക്കണം. Then that is equal to sine of x plus sine u കണ്ട ഫംഗ്ഷൻ വീണ്ടും വരും. സൈൻ യുന്റെ ഡെറിവേറ്റീവ് cos u അതായത് cos of x plus y എന്ന് നമ്മൾ എഴുതും. cos of x plus y into തീർന്നില്ല ഡെറിവേറ്റീവ് ഓഫ് x plus y എന്ന ഫംഗ്ഷൻ അപ്പൊ സൈൻ യുന്റെ ഡെറിവേറ്റീവ് cos u into ഡെറിവേറ്റീവ് u x plus y യുടെ ഡെറിവേറ്റീവ് x ന്റെ ഡെറിവേറ്റീവ് വരും 1 വരും. Then y യുടെ ഡെറിവേറ്റീവ് dy dx with respect to x dy dx. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പലപ്പോഴും ഈ ഒരു കാര്യം എഴുതാൻ പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കുട്ടികൾ വിട്ടുപോകാറുണ്ട്. ശ്രദ്ധിക്കുക കേട്ടോ, തെറ്റ് വരുത്തരുത്. Then ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഡി വൈ ഡി എക്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരുമിച്ച് ഒരു വശത്തോട്ട് നമ്മൾ കൊണ്ടുപോകും ഒരു വശത്ത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇതിന്റെ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 3x square plus 3y square into dy dx equal to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് cos x plus y into 1 cos of x plus y പ്ലസ് ഒന്ന് പ്ലസ് എഴുതാം, മൈനസ് ആണ് മൈനസ് എഴുതാം. Then into cos x plus y into dy dx cos x plus y into dy dx. അപ്പൊ നമ്മൾ കണ്ട ഡിഫറൻസിയേഷൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഡിവിഡിക്സ് ടേംസ് എല്ലാം ഒരുമിച്ച് വന്നു. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് കുറേ ചെറിയ കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്, എല്ലാം കൂടി വാരി വലിച്ചല്ലേ ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്ന് വരുന്ന ഒരേപോലെയുള്ളവരെല്ലാം ഒരുമിച്ച് കൊണ്ട് അല്ലാത്തവരെയൊക്കെ മാറ്റി വേറെ വശത്തൊന്നും എത്താം. എന്നിട്ട് വേണം നമുക്ക് അത് കൃത്യമായിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പൊ ഇവിടെ നമുക്ക് ഡി വൈ ഡി എക്സിന്റെ ടേംസ് എല്ലാം ഒരുമിച്ച് വന്നു. ശ്രദ്ധിച്ചു നോക്കി ഈ രണ്ട് ടേംസ് നമുക്കറിയാം. ഇത് ഡി വൈ ഡി എക്സിന്റെ ടേം, അത് നമുക്ക് അവിടെ ലെഫ്റ്റ് സൈഡിൽ നിർത്തുന്നു. ഓക്കെ, ദെൻ ഇനി നമ്മൾ നോക്കുക റൈറ്റ് സൈഡ് ഇതേ കിടക്കുന്ന ഡി വൈ ഡി എക്സിന്റെ ടേം അല്ലേ. ആ ടേം നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുക. അപ്പൊ നമുക്ക് പ്ലസ് ടേം ആണ്, ലെഫ്റ്റ് സൈഡിലോട്ട് മൈനസ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ്. അപ്പൊ ഡി വൈ ഡി എക്സിന്റെ ഈ രണ്ട് ടേംസ് ഒരുമിച്ച് കൊണ്ടുവന്നു. ഇനി ഡി വൈ ഡി എക്സുമായിട്ട് ബന്ധമില്ലാത്ത ടേം എന്ത് ചെയ്യണം? നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ റൈറ്റ് സൈഡിൽ ഓൾറെഡി കോസ് എക്സ് പ്ലസ് വൈ അവിടെ കിടപ്പുണ്ട് അല്ലേ, അതർത്തി എഴുതുക. ദെൻ ഇവിടെ നമുക്ക് 3x സ്ക്വയർ ഡി വൈ ഡി എക്സ് യാതൊരു ബന്ധമില്ലെങ്കിൽ അതിനെ പയ്യനെ എടുത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ പോകും. അപ്പൊ ഇത് പ്ലസ് ടേം അങ്ങനെ വരുമ്പോൾ മൈനസ് ടേം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന നോക്കി ഡി വൈ ഡി എക്സിന്റെ ടേംസിൽ ഒരു വശത്ത് വന്നു, ഡി വൈ ഡി എക്സ് യാതൊരു ബന്ധമില്ലാത്ത ടേംസ് നമ്മൾ റൈറ്റ് സൈഡിലോട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡി വൈ ഡി എക്സിനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കണം. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഡി വൈ ഡി എക്സ് വന്നു, ഇവിടെ നിന്ന് ഡി വൈ ഡി എക്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ട്? 3y സ്ക്വയർ ഉണ്ടാവും. കോമൺ ആയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കേട്ടോ. ഡി വൈ ഡി എക്സിനെ നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3y സ്ക്വയർ മാത്രമേ ഉള്ളൂ. ഈ ടൈമിനെ ഡി വൈ ഡി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ് എക്സ് പ്ലസ് വൈ മാത്രമേ ഉള്ളൂ. മൈനസ് ഒന്ന് മൈനസ് എഴുതി കൊടുത്തു. ഡി വൈ ഡി എക്സ് കോമൺ ആയിട്ട് മനസ്സിലായി ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാനുള്ളത് അതുപോലെ തന്നെ എടുത്തത് കോസ് എക്സ് പ്ലസ് വൈ മൈനസ് 3x. ഞാൻ ഇംപ്ലൈസ് സിമ്പിൾ ഇട്ട് ശ്രദ്ധിക്കുക കേട്ടാ. നമ്മൾ ഈക്വൽ ടു ഇങ്ങനെ വരുമ്പോൾ വീണ്ടും ഇവിടെ കൊണ്ട് ഈക്വൽ ടു ഇട്ട് വെക്കരുത്. അതുകൊണ്ട് നമ്മൾ ആ ഇംപ്ലൈസ് എന്ന സിമ്പിൾ ഉപയോഗിച്ചു. അല്ലെ ഇവിടെ ഈക്വൽ ടു ഇവിടെ ഈക്വൽ ടു ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ ആവും. ശ്രദ്ധിക്കേണ്ടത് അല്ലെ ദാറ്റ് ഈസ് എഴുതിയാലും മതി. ഇനി നമ്മൾ ഡി വൈ ഡി എക്സ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിർത്തുന്നത് നമുക്ക് കണ്ടുപിടിക്കുന്ന ഡെറിവേറ്റീവ് y വിത്ത് റെസ്പെക്ട് എക്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡി വൈ ഡി എക്സ് മാത്രം ലെഫ്റ്റ് സൈഡിലൂടെ നിർത്തുക, ബാക്കി ഇതിനോട് കൂടി ഉള്ളതിനെ റൈറ്റ് സൈഡിലോട്ട്. അപ്പൊ നമുക്ക് നോക്കി ഇത് നമുക്ക് പ്രൊഡക്റ്റ് ഫോം അത് റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ഈക്വൽ ടുവിന് അപ്പുറത്തോ സൈഡിലോട്ട് കൊണ്ടുവന്നത് ഡിവിഷൻ ആയിട്ട്. നിങ്ങൾക്ക് അറിയാം അല്ലേ എന്താണ് ഡിവിഷൻ? ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും, മൾട്ടിപ്ലിക്കേഷൻ അങ്ങ് പോകുമ്പോൾ ഡിവിഷൻ ഫോം. പ്ലസ് നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എഴുതുന്നത് നെഗറ്റീവ് ആവും, നെഗറ്റീവ് എഴുതുമ്പോൾ എന്ത് വരും? പോസിറ്റീവ് ആവും.
ശ്രദ്ധിക്കണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് dvdx is equal to cos x plus y minus 3x square റൈറ്റ് സൈഡിലുള്ള അത് അതുപോലെ തന്നെ എഴുതുന്നു. ഈ ടേമിന് നമ്മൾ ഡിനോമിനേറ്ററിലായിട്ട് എഴുതുന്നു, ഡിവൈഡഡ് ബൈ 3y square മൈനസ് cos x plus y. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ dvdx ഈ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പ്രൊവൈഡഡ് 3y square മൈനസ് cos x plus y നോട്ട് ഈക്വൽ ടു 0. ശ്രദ്ധിച്ചു നോക്കുക. dvdx is equal to cos x plus y minus 3x square divided by 3y square minus cos x plus y provided 3y square minus cos x plus y not equal to 0. ക്ലിയർ ആയി എല്ലാവർക്കും? നന്നായിട്ട് മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഇല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. എല്ലാവരും എഴുതിയെടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് നമുക്ക് ഇതുപോലെ ഇതിന്റെ തുടർച്ച എന്നുള്ള കുറേ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. എങ്കിലും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തത വരുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.